നിങ്ങൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് കേരളത്തിലെ പ്രതിപക്ഷം എന്താണ് ആദ്യം പറഞ്ഞത്? അത് തന്നെയാണ് ഹൈക്കോടതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും വർഷം ഇത് ഒളിച്ചു വെച്ചത്? കാരണം ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് തന്നെ ഇരകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരു കുറ്റകൃത്യങ്ങളുടെ പരമ്പര തന്നെ നടന്നിരിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ ആ മൊഴികൾക്ക് ആധാരമായ പെൻഡ്രൈവ് തെളിവായി വാട്സപ്പ് മെസ്സേജ് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പോക്സോ ആക്ടിൻ്റെ സെക്ഷൻ 21 അനുസരിച്ച്, BNSS ആക്ടിൻ്റെ സെക്ഷൻ 176(1) അനുസരിച്ച്, BNS ആക്ടിൻ്റെ സെക്ഷൻ 199(c) അനുസരിച്ച് ഒരു ക്രൈം നടന്നു എന്നറിഞ്ഞാൽ, ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അത് അപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. നമ്മളൊരു പൗരന് പോലും അത് ഒളിച്ചു വയ്ക്കാൻ പാടില്ല. പോക്സോ ആക്ടിൻ്റെ 21ഉം BNSന്റെ 199(c) അനുസരിച്ച് ഇതുപോലത്തെ സെക്ഷൽ ഒഫൻസ് സ്ത്രീകൾക്കെതിരായി നടന്നു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ചെയ്തില്ലെങ്കിൽ അത് തന്നെ ഒരു ഒഫൻസാണ്, ഒളിച്ചു വെച്ച. മനസ്സിലായില്ലേ? അത് തന്നെ 6 മാസം തടവ് ശിക്ഷയ്ക്ക് വിധേയമാക്കാവുന്ന ഒരു ഒഫൻസാണ്. അത് ഒളിച്ചു വെച്ചു. ഒന്ന്, ഞങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അന്വേഷണം പ്രഖ്യാപിച്ചു വനിതാ IPS ഓഫീസർമാരുടെ നേതൃത്വത്തിൽ. അതും പ്രതിപക്ഷത്തിന്റെ ഡിമാൻഡായിരുന്നു. പക്ഷെ കൂട്ടത്തിൽ 2 മെയിൽ ഓഫീസേഴ്സിനെ കൂടി വെച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പിന്നെ വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. അപ്പോൾ ഞങ്ങൾ പറയാം അത് ശരിയല്ല. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിനെ കുറിച്ചാണ് പ്രധാനമായിട്ട് അന്വേഷിക്കേണ്ടത്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന അതാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഒളിച്ചു വെച്ചു? നിങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കണം. അതിലെ പെൻഡ്രൈവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറണം. ഇതല്ലേ സർക്കാരിനോട് മര്യാദയ്ക്ക് പ്രതിപക്ഷം പറഞ്ഞത്? ഇപ്പോൾ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അത് നീതിബോധമുള്ള ആരുടെ മുമ്പിൽ ഇത് ചെന്നാൽ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ക്രിമിനൽ ലോയുടെ അടിസ്ഥാന തത്വമാണത്. അത് പ്രതിപക്ഷം പറഞ്ഞു എന്നുള്ളതല്ല. അത് ആരാണെങ്കിലും നിയമപരമായി ഇത് പരിശോധിക്കുന്ന ആർക്കും അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പ്രതിപക്ഷം കൃത്യമായ നിയമപരിശോധനകൾ നടത്തിയിട്ടാണ് ഈ അഭിപ്രായം പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ അഭിപ്രായമായിരുന്നു ശരി എന്ന് ഹൈക്കോടതിയുടെ ഇതോടുകൂടി ഇവിടെ പുറത്തു വന്നിരിക്കുക. ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. അതാണ് നീതി. ഇരകൾക്ക് നീതി കിട്ടണം. ഇരകളുടെ കൂടെയാണ് നിൽക്കേണ്ടത്. സ്ത്രീപക്ഷ നിലപാടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. സ്ത്രീപക്ഷ നിലപാട്, മുഖം നോക്കാതെയുള്ള സ്ത്രീപക്ഷ നിലപാട്. സർക്കാർ എടുത്തത് അതല്ല, സ്ത്രീ വിരുദ്ധ നിലപാടാണ്. ഇരകളോടൊപ്പം ആയിരുന്നില്ല, വേട്ടക്കാരോടൊപ്പം ആയിരുന്നു.